അമേരിക്കയുടെ പോയ വാരം വിലയിരുത്തുന്ന അമേരിക്കൻ ന്യൂസ് വീക്ക് എന്ന ആഴ്ചവട്ട പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ആര്യ. പെൻസിൽവാനിയയിലെ പ്രമുഖ മലയാളി സംഘടനയായ പമ്പ അസോസിയേഷൻ പുതിയ വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പമ്പ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് റവറൻ ഫിലിപ്സ് മോഡയിൽ അധ്യക്ഷത വഹിച്ച പൊതുസമ്മേളനത്തിൽ ജോൺ പണിക്കർ വാർഷിക റിപ്പോർട്ടും സുമോത് നെല്ലിക്കാല വാർഷിക കണക്കും അവതരിപ്പിച്ചു. ജോൺ പണിക്കർ, ജോർജ് ഓലിക്കൽ, സുമോത് നെല്ലിക്കാല എന്നിവരുടെ നേതൃത്വത്തിലാണ് പുതിയ ഭരണസമിതി. പമ്പ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് റവറൻ ഫിലിപ്സ് മോഡയിൽ അധ്യക്ഷത വഹിച്ച പൊതുസമ്മേളനത്തിൽ ജോൺ പണിക്കർ വാർഷിക റിപ്പോർട്ടും സുമോത് നെല്ലിക്കാല വാർഷിക കണക്കും അവതരിപ്പിച്ചു. തുടർന്ന് ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ സുധാ കർത്തയുടെ നേതൃത്വത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ജോൺ പണിക്കൽ, ജനറൽ സെക്രട്ടറി ജോർജ് ഓലിക്കൽ, ട്രഷറർ സുമോത് തോമസ് നെല്ലിക്കാല, വൈസ് പ്രസിഡന്റ് അലക്സ് തോമസ്, അസോസിയേറ്റ് സെക്രട്ടറി തോമസ് പോൾ, അസോസിയേറ്റ് ട്രഷറർ രാജൻ സാമുവൽ, അക്കൗണ്ടന്റ് ഫിലിപ്പോസ് ചെറിയാൻ, ഓഡിറ്റർ ജോർജ് പണിക്കർ എന്നിവരെ കൂടാതെ ചെയർപേഴ്സൺ ആയി സുരേഷ് നായർ, സുധാ കർത്ത, എഡിറ്റോറിയൽ ബോർഡ് റവറൻ ഫിലിപ്സ് മോഡയിൽ, ഫെസിലിറ്റി ജേക്കബ് കോര, IT കോർഡിനേറ്റർ മോഡി ജേക്കബ്, ലൈബ്രറി എബി മാത്യു, ലിറ്റററി ആക്റ്റീവ് ഈപ്പൻ ഡാനിയൽ, മെമ്പർഷിപ്പ് രാജു പി ജോൺ, ഫണ്ട് റൈസിംഗ് മോൺസൺ വർഗീസ്, ഇൻഡോർ ഗെയിംസ് ജോയി തട്ടാരംകുന്നേൽ, യൂത്ത് ആക്ടിവിറ്റീസ് ടിനു ജോൺസൺ, വിഷ്വൽ മീഡിയ വത്സ തട്ടാർകുന്നേൽ, വുമൺസ് ഫോറം കോർഡിനേറ്റർ സെലിൻ ജോർജ്, അലക്സ് തോമസ്, ബിൽഡിംഗ് കമ്മിറ്റി ചെയർമാൻ അലക്സ് തോമസ് എന്നിവരെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ജോൺ പണിക്കർ ഫിലാഡൽഫിയയിലെ സാമൂഹിക, സാംസ്കാരിക, സാമുദായിക മേഖലകളിലെ നിറസാന്നിധ്യമാണ്. ഇന്ത്യൻ റെയിൽവേ കൂടാതെ അമേരിക്കൻ ആരോഗ്യ രംഗത്തും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. സെക്രട്ടറി ജോർജ് ഓലിക്കൽ, ട്രഷറർ സുമോത് നെല്ലിക്കാല എന്നിവരും നിരവധി സാമൂഹിക, സാംസ്കാരിക സംഘടനകളിൽ നേതൃത്വം ഏറ്റെടുത്ത് പ്രവർത്തന പരിചയമുള്ളവരാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സ്ഥാനാരോഹണ ചടങ്ങും ഒഴിവുള്ള സ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും ജനുവരി 4 നടത്തപ്പെടുന്ന ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാമിൽ വെച്ച് നടത്തപ്പെടുമെന്ന് സംയുക്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഏവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്ന് വേൾഡ് മലയാളി കൗൺസിൽ അമേരിക്ക റീജിയൻ. ക്രിസ്മസ് അടയാളപ്പെടുത്തുന്ന ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വലിയ സന്ദേശം പൂർണ്ണമായി ഉൾക്കൊണ്ട് യേശുദേവന്റെ ശ്രേഷ്ഠമായ പഠിപ്പിക്കൽ, ദയ, ക്ഷമ, വിശ്വാസം എന്നിവയുടെ പ്രസക്തിയെക്കുറിച്ചും ചിന്തിക്കുവാനുമുള്ള സമയമാണിതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ക്രിസ്മസ് ആശംസകളുമായി വേൾഡ് മലയാളി കൗൺസിൽ അമേരിക്ക റീജിയൻ. ക്രിസ്മസ് അടയാളപ്പെടുത്തുന്നത് ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വലിയ സന്ദേശപൂർണ്ണമായി ഉൾക്കൊണ്ട് യേശുവിൻ്റെ ശ്രേഷ്ഠമായ പഠിപ്പിക്കലും ദയ, ക്ഷമ, വിശ്വാസം എന്നിവയുടെ പ്രസക്തിയെക്കുറിച്ചും ചിന്തിക്കുവാനുമുള്ള സമയമാണിതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ക്രിസ്മസ് ആശംസകളുമായി വേൾഡ് മലയാളി കൗൺസിൽ അമേരിക്ക റീജിയൻ രംഗത്ത്. ചെയർമാൻ ജേക്കബ് കുടശനാട്, പ്രസിഡന്റ് ജിനേഷ് തമ്പി, സെക്രട്ടറി സിജു ജോൺ, ട്രഷറർ തോമസ് ചെല്ലേത്ത്, വൈസ് പ്രസിഡന്റ് അഡ്മിൻ ബൈജു ലാൽ ഗോപിനാഥൻ, വൈസ് പ്രസിഡന്റ് ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് ഡോക്ടർ റെയ്ന റോപ്പ് എന്നിവരുൾപ്പെടുന്ന WMC അമേരിക്ക റീജിയൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ നേർന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ന്യൂജേഴ്സിയിലെ പ്രമുഖ മലയാളി സംഘടനയായ കേരള കൾച്ചറൽ ഫോറം 2025-26 ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ടീക്കനിലെ രുദ്ര ബിസ്ട്രോയിൽ വെച്ച് നടന്ന യോഗത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തപ്പെട്ടത്. ഫൊക്കാന ട്രഷററും കേരള കൾച്ചറൽ ഫോറത്തിന്റെ സജീവ പ്രവർത്തകനുമായ ജോയി ചാക്കപ്പൻ സന്നിഹിതനായിരുന്നു. ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ കോശി കുരുവിളയും ബോർഡ് ഓഫ് ട്രസ്റ്റി മെമ്പർ ജെയിംസ് ജോർജും ഇലക്ഷൻ കോർഡിനേറ്റർമാരായി പ്രവർത്തിച്ചു. ഫൊക്കാന ട്രഷററും കേരള കൾച്ചറൽ ഫോറത്തിന്റെ സജീവ പ്രവർത്തനമായ ജോയി ചാക്കപ്പൻ സന്നിഹിതനായിരുന്നു. ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ കോശി കുരുവിളയും ബോർഡ് ഓഫ് ട്രസ്റ്റി മെമ്പർ ജെയിംസ് ജോർജും ഇലക്ഷൻ കോർഡിനേറ്റർമാരായി പ്രവർത്തിച്ചു. ഭാരവാഹികൾ പ്രസിഡന്റ് നൈനാൻ ജേക്കബ്, വൈസ് പ്രസിഡന്റ് KG തോമസ്, സെക്രട്ടറി സോജൻ ജോസഫ്, ട്രഷറർ തോമസ് മാത്യു, ജോയിന്റ് സെക്രട്ടറി മേരി കോശി, ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ കോശി കുരുവിള, പേട്രൻ TM സാമുവൽ, ബോർഡ് ഓഫ് ട്രസ്റ്റി അംഗങ്ങളായ എബ്രഹാം പോത്തൻ, ദാസ് കണ്ണംകുഴിയിൽ, ദേവസി പാലാട്ടി, ജെയിംസ് ജോർജ്, റെജി K മാത്യു, കമ്മിറ്റി അംഗങ്ങളായ ആൻഡ്രൂ പാപ്പച്ചൻ, ആനി തോമസ്, അനിൽ ജോർജ്, ആന്റണി കുര്യൻ, എൽദോ പോൾ, ഫ്രാൻസിസ് കാരോട്ട്, ജേക്കബ് തോമസ്, ജോയി ചാക്കപ്പൻ, ജോയ് കിറ്റി ഡാനിയൽ, PM കോശി, ഡോക്ടർ ഓമന R മാത്യു, പൗലോസ് പാത്തിക്കൽ, റെമി ജേക്കബ്, റോയ് P ജേക്കബ്, തോമസ് ജേക്കബ്, വർഗീസ് P ജോർജ്, വർഗീസ് ജേക്കബ് എന്നിവരാണ്. മീഡിയ കോർഡിനേറ്റേഴ്സായി റോയ് P ജേക്കബും അനിൽ ജോർജും പ്രവർത്തിക്കുന്നു. ഓഡിറ്റർ സജിത ജേക്കബാണ്. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ.
അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ സോഷ്യൽ വർക്കേഴ്സിന് പുതിയ നേതൃത്വം. പ്രസിഡന്റ് ശ്രീ സാബു തടിപ്പുഴ, വൈസ് പ്രസിഡന്റ് ചാൾസ് മാത്യു, സെക്രട്ടറി വിൻസെന്റ് പുളിന്താനം, ജോയിന്റ് സെക്രട്ടറി ജോസഫ് അമ്മാക്കിൽ, ട്രഷറർ സിജു തുരുത്തുകാട്ട്, ചെയർമാൻ ബോർഡ് ഓഫ് ഡയറക്ടർ ഡോക്ടർ പോൾ നളിയത്ത് എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റ് ശ്രീ സാബു തടിപ്പുഴ, വൈസ് പ്രസിഡന്റ് ചാൾസ് മാത്യു, സെക്രട്ടറി വിൻസെന്റ് പുളിന്താനം, ജോയിന്റ് സെക്രട്ടറി ജോസഫ് അമ്മാക്കിൽ, ട്രഷറർ സിജു തുരുത്തുകാട്ട്, ചെയർമാൻ ബോർഡ് ഓഫ് ഡയറക്ടർ ഡോക്ടർ പോൾ നളിയത്ത് എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. ബോർഡ് മെമ്പേഴ്സായി എബ്രഹാം പെരുമണിച്ചേരി, സാജൻ തോമസ്, ജെന്നി പാറ്റിയാലിൽ, ജെയിംസ് ചെറിയാൻ, ഫെബിൻ രാജു എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഫൊക്കാന ഇന്റർനാഷണലിന്റെ സോഷ്യൽ മീഡിയ കമ്മിറ്റികൾ പ്രഖ്യാപിച്ചു. മീഡിയ കമ്മിറ്റി ചെയർമാനായി ശ്രീ പി ചെറിയാനെ തിരഞ്ഞെടുത്തതായി പ്രസിഡന്റ് സണ്ണി മറ്റമന അറിയിച്ചു. അറ്റ്ലാന്റയിൽ നിന്നുള്ള ഷാജി ജോൺ സോഷ്യൽ മീഡിയ IT കമ്മിറ്റികൾ നയിക്കും. അനിൽ ആറന്മുള, ഗോൾഡി അലോഷ്യസ്, സാൻഡി സ്റ്റീഫൻ, സുജിത് EI എന്നിവർ മറ്റ് അംഗങ്ങളായിരിക്കും. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി അമേരിക്കൻ മലയാള മാധ്യമ ലോകത്ത് നിറസാന്നിധ്യമായി നിലകൊള്ളുകയാണ് പി ചെറിയാൻ. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി അമേരിക്കൻ മലയാള മാധ്യമ ലോകത്ത് നിറസാന്നിധ്യമായി നിലകൊള്ളുകയാണ് പി ചെറിയാൻ. 1995 മുതൽ ഡാളസിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തും വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുള്ള പി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ചെറിയാൻ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നാഷണൽ കമ്മിറ്റി അംഗം, ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് ടെക്സസ് എന്ന സംഘടനയുടെ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ മലയാള മാധ്യമങ്ങളെ നിലനിർത്താനും അവയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ തന്നാലാവുന്നത് ചെയ്യാനും എൻ്റെ എല്ലാ കഴിവും വിനിയോഗിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള മാധ്യമ പ്രവർത്തകനാണ് പി. 1990-ൽ മലയാളം പത്രത്തിലൂടെ അമേരിക്കൻ മലയാളികൾക്ക് സുപരിചിതനായ അനിൽ ആറന്മുള ഇപ്പോൾ ഇന്ത്യ പ്രസ് ക്ലബിന്റെ നാഷണൽ വൈസ് പ്രസിഡന്റും നേർക്കാഴ്ച ന്യൂസ് വീക്കിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററുമാണ്. കഴിഞ്ഞ 20 വർഷമായി അറ്റ്ലാന്റയിൽ താമസിക്കുന്ന ഷാജി ജോൺ IT മേഖലയിൽ ജോലി ചെയ്യുന്നു. 30 വർഷത്തിലേറെയായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന അദ്ദേഹം 10 വർഷത്തിലേറെയായി പ്രശസ്ത സ്ഥാപനത്തിന്റെ നേതൃത്വത്തിലാണ് ഉള്ളത്. പെൻസിൽവാനിയ സ്റ്റേറ്റിൽ നിന്നുള്ള ഗോൾഫി അലോഷ്യസ് 25 വർഷത്തോളമായി വിവരസാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുകയാണ്. 10 വർഷത്തോളമായി പെൻസിൽവാനിയയിൽ താമസിക്കുന്നു. അനീഷ് മാറമറ്റം കാനഡയിൽ പ്രവർത്തിച്ചു വരുന്നു. മലയാളി TVയുടെ ഫൗണ്ടറും CEOയുമാണ്. IPCNA കാനഡ ചാപ്റ്ററിന്റെ ട്രഷററും സാക്കർബാറോ മലയാളി സമാജത്തിന്റെ ഫണ്ടറും ട്രഷററും ഒപ്പം എന്റർടൈൻമെന്റ് ഇവന്റ് കമ്പനി മാറമറ്റം പ്രൊഡക്ഷൻസ്, പൂഞ്ഞാർ ന്യൂസ്, പാല ന്യൂസ് എന്നിവയും ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുള്ളതാണ്. കൂടാതെ അവതാരകനും പ്രൊഫഷണൽ പാട്ടുകാരനും പ്രൊഡ്യൂസറും കൂടിയാണ്. കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിൽ പൂഞ്ഞാർ തെക്കേക്കരയിൽ അടിവാരം എന്ന സ്ഥലത്ത് ജനിച്ചു. 2012-ൽ കാനഡയിലെ ടൊറന്റോയിൽ ഫാമിലിക്കൊപ്പം കുടിയേറി. മംഗളം ഡെയിലി, മംഗളം ആരോഗ്യ മാസിക എന്നിവയിൽ റിപ്പോർട്ടർ ആയി ജോലി ചെയ്തിരുന്ന സാൻഡി സ്റ്റീഫൻ പത്തനംതിട്ട സ്വദേശിയാണ്. അദ്ദേഹം നല്ല തിരക്കഥ രചയിതാവും പവർ വിഷൻ ചാനൽ അവതാരകനുമാണ്. ജേർണലിസം, ചരിത്രം എന്നിവയിൽ ബിരുദാനന്തര ബിരുദമുള്ള അദ്ദേഹത്തിന് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, എഡിറ്റിംഗ്, റിപ്പോർട്ടിംഗ് എന്നിവയിലും അവഗാഹമുണ്ട്. 23 വർഷമായി വിവരസാങ്കേതിക മേഖലയിൽ പ്രാവീണ്യമുള്ള സുജിത് EK ക്രൈഡൈറ്റ് ബിസിനസ് സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിന്റെ CEO ആയി പ്രവർത്തിക്കുന്നു. 3 വൻകരകളിലായി പരന്നു കിടക്കുന്ന ഉപഭോക്താക്കളുള്ള ഒരു വലിയ കമ്പനിയുടെ നായകത്വമാണ് സുജിത് ഏറ്റെടുത്തിരിക്കുന്നത്. സുശക്തരും എല്ലാ മേഖലകളിലും പ്രാവീണ്യം നേടിയിട്ടുള്ളവരുമായ മലയാളികളെ മുൻനിരയിൽ അണിനിരത്തി ലോക മലയാളികളെ ഒന്നിച്ചു ചേർക്കുന്ന ചാലക ശക്തിയായി പ്രവർത്തിക്കുകയാണ് ഫൊക്കാന ഇന്റർനാഷണൽ ഉദ്ദേശം വയ്ക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും സംഘടനകളുമായി മത്സരിക്കുകയല്ല തങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രസിഡന്റ് സണ്ണി മറ്റമന പറഞ്ഞു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ എബ്രഹാം ഈപ്പൻ, കലാഷ് ഷാഹി, സണ്ണി ജോസഫ്, ജോസഫ് കുര്യപ്പുറം, ഡോക്ടർ ജേക്കബ് ഈപ്പൻ, എബ്രഹാം കളത്തിൽ, ഡോക്ടർ നീന ഈപ്പൻ, റജി കുര്യൻ എന്നിവർ നവമാധ്യമ നേതൃത്വത്തെ അനുമോദിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഈ ആഴ്ചത്തെ അമേരിക്കൻ ന്യൂസ് വീക്ക് അവസാനിക്കുന്നതിന് മുൻപേ പോയ വാരത്തിലെ അമേരിക്കൻ മലയാളി സമൂഹത്തിൽ നിന്നുള്ള വൃത്താന്തങ്ങൾ ഒറ്റനോട്ടത്തിൽ. ഫൊക്കാന ഇന്റർനാഷണലിന്റെ ഫ്രിസ്കോ ഹിൽസ് മലയാളി കൂട്ടായ്മയുടെ ഈ വർഷത്തെ ക്രിസ്മസ് പുതുവത്സരാഘോഷം ഡിസംബർ 7 ശനിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ കരോൾട്ടൺ സെന്റ് മേരീസ് മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു. നിലാവിന്റെയും നക്ഷത്രങ്ങളുടെയും ചിമ്മിനി വെട്ടത്തിന്റെയും ഇത്തിരി വെളിച്ചത്തിൽ ലോകരക്ഷകന്റെ ജനനം വിളിച്ചറിയിച്ച് കരോൾ സംഘങ്ങൾ ലോകമെമ്പാടും ക്രിസ്മസ് രാവുകളെ സമ്പന്നമാക്കുമ്പോൾ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സ്നേഹദൂതുമായി സോമർസെറ്റ് സെന്റ് തോമസ് സീറോ മലബാർ ഫൊറോന ദേവാലയം വാർഡ് തോറുമുള്ള ക്രിസ്മസ് കരോൾ ഈ വർഷവും ഭക്തിസാന്ദ്രമായി നടത്തപ്പെട്ടു. കാരുണ്യ പ്രവർത്തനങ്ങൾക്കും സാമൂഹിക നന്മയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ട് ഫിലാഡൽഫിയ പ്രൊവിൻസ് അടുത്ത വർഷത്തേക്കുള്ള വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. മേരിലാൻഡിലെ റിംഫോർഡ്
പ്രസ്ബിറ്റേറിയൻ ചർച്ച് ഡിസംബർ 24, 2024 ചൊവ്വാഴ്ച രാത്രി 7 മണിക്ക് ക്രിസ്മസ് ഈവിൻ്റെ സന്തോഷം മനോഹരമായ ഒരു ക്യാൻഡിൽ ലൈറ്റ് സർവീസിലൂടെ ആഘോഷിച്ചു. ഗാർലൻഡ് മേയർ സ്ഥാനാർത്ഥി PC മാത്യു ഓൺലൈൻ ക്യാമ്പയിൻ കിക്ക് ഓഫ് ഡിസംബർ 15 ചേർന്ന യോഗത്തിൽ അഗേപ്പെ ഹോം ഹെൽത്ത് പ്രസിഡന്റും അഗേപ്പെ സീനിയർ പാസ്റ്ററും കൂടിയായ ഷാജി K. ഡാനിയൽ പ്രാർത്ഥനയോടെ നിർവഹിച്ചു. വെസ്റ്റ്ചെസ്റ്റർ കൗണ്ടിയിലെ യുവാക്കളുടെ കൂട്ടായ്മ ഫ്രണ്ട്സ് കൾച്ചറൽ ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഈ വർഷത്തെ ക്രിസ്മസ് കരോൾ വിജയകരമായി. 3 വീക്കെൻഡുകൾ കൊണ്ട് വെസ്റ്റ്ചെസ്റ്റർ റോക്ക്ലാൻഡ് കൗണ്ടിയിലെ 40-ൽ പരം വീടുകൾ സന്ദർശിച്ചു. അമേരിക്കയിലെ വിസ്കോൺ സംസ്ഥാനത്തിലെ മലയാളി അസോസിയേഷൻ വിസ്മ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം ഡിസംബർ 14 വിപുലമായി ആഘോഷിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകൾ, നിർദ്ദേശങ്ങൾ എല്ലാം അമേരിക്കൻ ന്യൂസ് വീക്കിനെ അറിയിക്കാം. ഞങ്ങളെ ബന്ധപ്പെടേണ്ട ഇമെയിൽ വിലാസം news@pravasichannel.com. ആഴ്ചവട്ട വർത്തമാനങ്ങളുമായി അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം. സ്റ്റേ വിത്ത് us.